അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. നിങ്ങൾ ആരും വിചാരിക്കാത്ത ഒരു അപ്രതീക്ഷിത ക്യാപ്സ്യൂളുമായി രംഗത്തെത്തുന്നു ശ്രീ എ കെ ബാലൻ. എന്റെ തലക്കകത്ത് നിറയെ എന്താണെന്ന് ആ വാതിൽ തുറക്കും മനസ്സിലാവും. അവിടെയുള്ള റോഡ് കാണുമ്പോൾ നമ്മുടെ ഈ നാഷണൽ ഹൈവേ കാണുമ്പോഴും ഏതാണ്ട് ഒരു ദുബൈ പോലെയല്ലേ? അതിച്ചിരി കൂടുതലല്ലേ? ഏതാണ്ട് അബുദാബിയിൽ നിന്ന് ദുബൈയിലേക്കും ദുബൈയിൽ നിന്ന് അബുദാബിയിലേക്കും വരുന്ന ആ റോഡ് പോലെയാണ്. എന്തൊരു അറിവാ നിനക്ക്. കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ, ഞാൻ പോയില്ല, വേറെ പണിയില്ലേ. സത്യം സത്യം. ആർക്ക് സംശയമൊന്നുമില്ലല്ലേ, ദുബായിലെ അബുദാബിയിലെ റോഡ് പോലത്തെ റോഡാണ് ഇവിടുത്തെ റോഡ്. അതെ അതെ അതെ, കറക്റ്റ്. ഇനി ആരും സൂത്രം കാണിച്ചാ സ്വർഗത്തിലോ സ്വപ്നത്തിലോ. ഇനി വേറെ ഒരു തുരുപ്പ് ചീട്ടുമില്ല. ഏറ്റവും നല്ലത് മുഖ്യമന്ത്രിന്റെ മകളുടെ ഭർത്താവിനെതിരായി ആ പൊട്ടനാ. ആ കുട്ടിയാണെങ്കിൽ ആര് റിയാസ് തിളങ്ങി നിൽക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. തിളങ്ങി നിൽക്കുന്ന ആ പിഞ്ചു കുഞ്ഞ് ഞങ്ങളുടെ കോമ്രേഡ്സിന്റെ കണ്ണിലുണ്ണിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ ഞങ്ങളുടെ റിയാസ് മോനെ ഒറ്റപ്പെടുത്താൻ ആരും വിചാരിക്കണ്ട. എന്താ എന്റെ ഉദ്ദേശം? കേരള രാഷ്ട്രീയത്തിൽ അൻവറിന് ഒരു മേൽവിലാസവും ഇല്ല. എന്ത് വിചാരിച്ചാ റെസ്പെക്ട് ಗೊತ್ತಾ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്റെ അടുത്താണോ വരുന്നത്? എന്നെ വെച്ചിട്ടാണോ ഈ കളി കളിക്കുന്നത്? മേൽവിലാസം ഇല്ല, മേൽവിലാസവും അക്കൗണ്ട് നമ്പറും റേഷൻ കാർഡിലെ പേര് വരെ വെച്ചിട്ടാണ് തോന്നുന്നു മൂപ്പര് ഒരു വീഡിയോ ഇറക്കിണ്ട്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. നിങ്ങൾക്കൊക്കെ കഴിയുന്ന വിധം നിലമ്പൂരിലെ വോട്ടർമാർ ഒരു 10 രൂപ വെച്ചിട്ട് നിലമ്പൂരിലെ വോട്ടർമാർ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം. പിന്നെ എന്താ ചെയ്യണ്ടേ സാറേ? ഒന്ന് വിളിച്ചോണ്ട് പോടോ. കാശ് ചോദിക്കണത് എന്താ? മാസല്ലേ കാര്യം. 19 കോടിയുടെ ആസ്തി ഉണ്ടെങ്കിലും ജനങ്ങളുടെ കാര്യം വരുമ്പോ ജനങ്ങളുടെ കാശ് എടുക്കണത് എങ്ങനെ നല്ലത്? മത്സരിക്കാൻ ഞാനുണ്ട്. മത്സരിക്കാൻ 5 പൈസ ഇല്ല. അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. എന്തായാലും നാട്ടുകാരോട് പൈസ ചോദിച്ചാൽ അന്തരേട്ടൻ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും പിന്നെ ആ കാശ് നാട്ടുകാരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ദൈവമേ, ഇവിടുന്ന് നാശമാക്കും. വെറും 10 രൂപ അല്ലെങ്കിൽ 1 രൂപ നിലമ്പൂരിലെ വോട്ടർമാർ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം. അത് പണത്തിന് വേണ്ടിയല്ല, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. ഈ വിവരക്കാട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. അമ്പൂക്കാന്റെ സമാധാനത്തിന് എന്തിനാ ഞങ്ങള് കാശ് തരുന്നത്? എന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ കാശ് തരാം. സമാധാനത്തിന് വേണ്ടി തന്നെ കാശ് തരാം. അമ്പൂക്കാന്റെ സമാധാനത്തിന് വേണ്ടിട്ടല്ല, നമ്മുടെ സമാധാനത്തിന് വേണ്ടിട്ട്. എന്തായാലും കലക്കിട നീ, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. ആഭ്യന്തര വകുപ്പും വനം വകുപ്പും സ്വപ്നം കണ്ടിരിക്കുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. സഹിക്കന്നെ, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? സന്തോഷായി, നല്ല സന്തോഷായി. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.